ഹായ്, വെൽക്കം എവരിവൺ. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും കഴിഞ്ഞ വീഡിയോസ് എല്ലാം കണ്ടു മനസ്സിലാക്കിയിട്ട് ഈ ഒരു വീഡിയോ കാണുന്നു ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമ്മൾ ജസ്റ്റ് ഒരു സ്വിംഗ് ട്രേഡിങ്ങിന്റെ രീതിയിൽ അല്ലെ പാസീവ് ഇൻകം ഉണ്ടാക്കുന്ന രീതിയിൽ ഫസ്റ്റ് ബേസിക്സ് മുതലാണ് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത്. ഓക്കെ, ഇനിയുള്ള വീഡിയോസിലെല്ലാം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാനുണ്ട്. ഇന്ന് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യമുണ്ട്. നമ്മൾ ചാർട്ടിലോട്ട് കുറേ നാൾക്ക് ശേഷം തിരിച്ചു പോകാൻ പോകുന്നു. അതിനു മുമ്പ് നമ്മൾ ക്യാൻഡിൽസ്റ്റിക്സിനെ പറ്റി പഠിച്ചു, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിനെ പറ്റി പഠിച്ചു, പിന്നെന്താ പഠിച്ചത്, ചാർട്ട് പാറ്റേൺസിനെ പറ്റി പഠിച്ചു. ഇന്ന് നമ്മൾ വോളിയത്തെ പറ്റി പഠിക്കാൻ പോകുന്നു. ഇപ്പൊ ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് ഒരു ട്രേഡിനകത്ത് എങ്ങനെ ഇറങ്ങാന്നുള്ള ബേസിക് ഐഡിയ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അത് ചാർട്ടിൽ പോയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ വോളിയം എന്താണെന്ന് പഠിക്കണം. നിങ്ങൾ പല വീഡിയോസിലും പല ബുക്കിനകത്തും വായിച്ചിട്ടോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ഇല്ലെങ്കിൽ ഇന്ന് കേൾക്കുക. അപ്പം സ്മാർട്ട് മണി എന്നുള്ളൊരു പേര്. എന്താണ് ഈ സ്മാർട്ട് മണി ആലോചിച്ചിട്ടുണ്ടോ? സ്മാർട്ട് മണി എന്ന് പറയുമ്പോഴത്തേക്ക് വലിയ രീതിയിൽ ഷെയർസ് വാങ്ങിക്കുന്ന ആൾക്കാർ, നമ്മളൊക്കെ മാക്സിമം ഒരു 500 ഷെയർ അല്ലെന്നുണ്ടെങ്കിൽ 50 ഷെയർ അല്ലെങ്കിൽ ഒരു 5 ഷെയർ അങ്ങനെ വാങ്ങിക്കുന്ന ചെറിയ റീറ്റെയിലേഴ്സ് ആയിരിക്കും. അത് ഷെയർ മാർക്കറ്റിൽ എന്തുമാത്രം പ്രതിഫലിക്കും? വലിയ രീതിയിലൊരു പ്രതിഫലനം കാണത്തില്ല. പക്ഷേ സ്മാർട്ട് മണി എന്ന് പറയുമ്പോഴത്തേക്ക് വലിയ രീതിയിൽ 5 ലക്ഷം ഷെയർ 50,000 ഷെയർ എന്നൊക്കെ ഉള്ള രീതി വാങ്ങിക്കാൻ നേരം അതൊരു പ്രതിഫലനം ഉണ്ടാക്കത്തില്ലേ? കാരണം അവർ വലിയ ബൾക്ക് ഓർഡേഴ്സ് അവർ ചെയ്യുന്നത്. അതായത് വലിയ മ്യൂച്വൽ ഫണ്ട്, അത് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ്, ഫോറിൻ ഇൻവെസ്റ്റേഴ്സ്, അങ്ങനത്തെ രീതിയിൽ വലിയ വലിയ എമൗണ്ട് വലിയ ബൾക്കായിട്ട് ഇടുമ്പോഴത്തേക്ക് അത് ഉറപ്പായിട്ട് പ്രതിഫലിക്കും. അത് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. എപ്പോഴും നമുക്കാണെങ്കിൽ വലിയ പ്രതിഫലനം വരത്തില്ലെന്നുണ്ടെങ്കിലും പക്ഷേ ഈ പ്രതിഫലനം വരുത്തുന്ന ഈ സ്മാർട്ട് മണിയുടെ പുറകെ നമുക്ക് പോവാം. മനസ്സിലായോ? ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ എന്തായാലും മനസ്സിലാവും. ശ്രദ്ധിച്ചേക്കുക. അപ്പം വോളിയം എന്താന്ന് വെച്ചാൽ, ഇപ്പം ഒരു 10 ഷെയർ എൻ്റെ കയ്യിലുണ്ടെന്ന് വെക്കുക. ഞാൻ ആ ഷെയർ 2 പേർക്ക് ഒരു അഞ്ചെണ്ണം വെച്ച് കൊടുക്കുന്നു. അപ്പോഴത്തേക്ക് അതിന്റെ വോളിയം എന്തായിരിക്കും? അതെന്താന്ന് വെച്ചാൽ നിങ്ങൾ കൂട്ടുന്നത് 10 + 5 + 5, അതായത് 20 വോളിയം എന്നല്ലേ കൂട്ടുന്നത്. എന്നാൽ അങ്ങനല്ല. ടോട്ടൽ എത്ര ഷെയർ അതിനകത്ത് വിനിമയം നടക്കുന്നുണ്ടോ, എത്ര ഷെയർ ട്രേഡ് ചെയ്യുന്നുണ്ടോ, ആകെപ്പാടെ 10 ഷെയർ 5 പേർക്ക് വെച്ച് കൊടുത്താലും ആ ഒരു 10 ഷെയർ അല്ലേ ഉള്ളൂ. അപ്പൊ അതാണ് അതിന്റെ വോളിയം. മനസ്സിലായോ? അതായത് 1 ലക്ഷം ട്രേഡ് നടന്നെന്ന് 1 ലക്ഷമാണ് വോളിയം കാണിക്കുന്നത്. അതിന്റെ അർത്ഥം എന്ന് പറയുമ്പോഴത്തേക്ക് 1 ലക്ഷം ഷെയർ ഒരാൾ വിറ്റു, 1 ലക്ഷം ഷെയർ ഒരാൾ വാങ്ങിച്ചു എന്നേ ഉള്ളൂ. വളരെ സിമ്പിൾ അല്ലേ? അപ്പം ഇതെങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം? അപ്പൊ നമ്മൾ വോളിയം പ്രൈസ് ചാർട്ട് എന്ന് പറഞ്ഞൊരു ചാർട്ട് ഉണ്ട്. അത് നിങ്ങളുടെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. മനസ്സിലായോ? നിങ്ങൾ അതിന്റെ ലോജിക്ക് ഒന്ന് ആലോചിച്ചു. ഇപ്പൊ നമ്മൾ പറഞ്ഞു സ്മാർട്ട് മണി കയറുമ്പോഴത്തേക്കാണ് നല്ല രീതിയിൽ വോളിയം ഉണ്ടാകുന്നത് പറഞ്ഞു. രണ്ടാമത് പറഞ്ഞു അവർ സ്മാർട്ടായിട്ടുള്ള മൂവ്മെന്റ് അവർ ചെയ്യത്തുള്ളൂ. അപ്പോഴത്തേക്ക് നമ്മൾ അവരുടെ ജസ്റ്റ് പുറകെ പോകണം എന്നാണ് പറഞ്ഞത്. അപ്പൊ ഒന്നുകൂടെ നന്നായിരിക്കത്തില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. ഉറപ്പായിട്ട് നന്നായിരിക്കും. അതായത് ഇത്രേ ഉള്ളൂ. നമ്മളിപ്പം ഒരു പ്രൈസ് മുകളിലോട്ട് പോകുന്നു. അതിനർത്ഥം എന്തോ? അതിന് ഡിമാൻഡ് കൂടിയെന്നല്ലേ അതിനർത്ഥം. അതേ സമയത്ത് തന്നെ വോളിയം നന്നായിട്ട് കൂടുന്നു. അതിനർത്ഥം ഒന്ന് ആലോചിച്ച് നോക്കി. അതെ, സ്മാർട്ട് മണി അവിടെ എൻട്രി എടുത്തു. അപ്പൊ എന്ത് പറ്റും? പ്രൈസും കൂടുന്നു, വോളിയം ഹ്യൂജ് ആയിട്ട് കൂടുന്നു. അപ്പൊ അതായത് ഒരു ബുള്ളിഷ് ട്രെൻഡിലുണ്ട്. അതൊരു ബ്രേക്ക് ഔട്ട് നടക്കുന്ന ഒരു ഏരിയ ആണെങ്കിൽ അത് ഉറപ്പായിട്ടും വാങ്ങിക്കാനുള്ളൊരു കാരണമായിട്ട് മാറത്തില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. അത് തന്നെയാണ് കാര്യം. പ്രൈസ് കൂടുമ്പോൾ വോളിയം കൂടിയാൽ അതൊരു ബുള്ളിഷ് ട്രെൻഡ് ആയിട്ട് മാറി അല്ലെങ്കിൽ മാറിയേക്കാമെന്നാണ് അതിന്റെ അർത്ഥം. 2, പ്രൈസ് കൂടുന്നു, വോളിയം ഒന്ന് കുറഞ്ഞു നിൽക്കുന്നു. എന്താ അതിനർത്ഥം? അതിന് ചെറിയ ചെറിയ ട്രേഡിങ് നടക്കുന്നുണ്ട്. അതായത് റീറ്റെയിലേഴ്സ് ആയിരിക്കും അതിനകത്ത് ട്രേഡ് ചെയ്യുന്ന അർത്ഥം. അതൊരു വീക്ക് ട്രെൻഡാണ്. അതൊരു പുതിയൊരു എൻട്രി എടുക്കണമെന്നുള്ള കാര്യം നമുക്ക് ആലോചിക്കാം. വേണമെന്നുണ്ടെങ്കിൽ ആലോചിക്കാം. എന്നാലും എടുക്കാതിരിക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലതെന്ന് ഞാൻ പറയത്തുള്ളൂ. നല്ല ഹ്യൂജ് വോളിയത്തോടുകൂടി, ബാക്കിയുള്ള ക്യാൻഡിൽസിനെക്കാട്ടി ഹ്യൂജ് വോളിയത്തോടുകൂടി ബ്രേക്ക് ഔട്ട് നടന്നിരിക്കണം. മനസ്സിലായല്ലോ? ഇത്രേ ഉള്ളൂ. പ്രൈസ് കൂടുമ്പോഴത്തേക്ക് വോളിയം കൂടെ കൂടിയാൽ സ്മാർട്ട് മണി എൻട്രി എടുത്തു. അതൊരു നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യൂ ആണെന്നാണ് പറഞ്ഞത്. പ്രൈസ് കൂടുമ്പോൾ വോളിയം ഒന്ന് കുറഞ്ഞാൽ അതിനർത്ഥം എന്താ? സ്മാർട്ട് മണി അവിടെ ഇല്ല. നമ്മളെപ്പോലെ റീറ്റെയിലേഴ്സ് ആണ് ബൈയും സെല്ലും എല്ലാം ചെയ്യുന്നത്. ആ ഒരു ഏരിയയിൽ വോളിയം ഇച്ചിരി കുറവാണ്. അപ്പം അതൊരു വീക്ക് ട്രെൻഡ് ആണെന്നാണ് അതിനർത്ഥം. ഇതിന്റെ കറക്റ്റ് ഓപ്പോസിറ്റ് ആണ് ബെയറിഷിന്റെ കാര്യത്തിൽ. പ്രൈസ് കുറയുന്നു. ശ്രദ്ധിച്ചേക്കുക. പ്രൈസ് കുറയുന്നു, വോളിയം കൂടുന്നു. അതായത് അവിടെ സ്മാർട്ട് മണി സെല്ല് ചെയ്യുന്നല്ലേ അവിടെ അർത്ഥം. അതായത് ഒരു ഡൗൺ ട്രെൻഡിന്റെ ഒരു ആരംഭമായേക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഡൗൺ ട്രെൻഡ് എന്നൊരു സ്ട്രോങ് ആണെന്നല്ലേ അതിനർത്ഥം. ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴെ പോകുന്നു. അവിടെ മറ്റേ ഈ വോളിയം ഹ്യൂജ് വോളിയം ഉണ്ടാകും. അതിനർത്ഥം എന്താ? അവിടെ സ്മാർട്ട് മണി
സെല്ല് ചെയ്ത് തുടങ്ങി, അതാണ് അതിന്റെ അർത്ഥം. അപ്പൊ ചാടിക്കേറി ബൈ ചെയ്താൽ എന്ത് പറ്റും? ആ ഷെയർ എല്ലാം നമ്മുടെ തലയിലിരിക്കും, പ്രൈസ് താഴോട്ട് പോകും. അല്ലാതെ എഫ് എൻ അല്ലെന്നുണ്ടെങ്കിൽ ഇൻട്രാഡേ ചെയ്യുന്നവരുടെ കാര്യം, ഷോർട്ട് സെൽ ചെയ്യുന്നവരുടെ കാര്യമല്ല പറയുന്നത്. നമ്മളിപ്പോ ബേസിക് സ്വിംഗ് ആണല്ലോ നോക്കുന്നത്, അതിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് അടുത്തൊരു കാര്യം, പ്രൈസ് താഴോട്ട് പോകുന്നു. നാലാമത്തെ സിറ്റുവേഷനാണ്, പ്രൈസ് താഴോട്ട് പോകുന്നു. അപ്പം വോളിയം കുറയുന്നു, അതായത് റീറ്റെയിലേഴ്സ് ആണ് സെല്ല് ചെയ്യുന്നത് എന്നർത്ഥം. അപ്പൊ അതൊരു വീക്കായിട്ടുള്ള ഒരു ട്രെൻഡ് ആണെന്നല്ലേ മനസ്സിലാകുന്നത്. അത്രേ ഉള്ളൂ. നിങ്ങൾ ഈ എല്ലാം കൂടെ ഒന്ന് കമ്പയർ ചെയ്തൊന്ന് ആലോചിച്ച് നോക്കി. നമ്മളൊരു ബുള്ളിഷ് ട്രെൻഡിനെ പറ്റി മാത്രം നമുക്കിപ്പോൾ തൽക്കാലം പറയാം. ഒരു റെസിസ്റ്റൻസ് ഏരിയ, അതായത് അവിടെ എന്നാ അർത്ഥം? ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ അവിടെ ഒരു ബ്രേക്ക് ഔട്ട് നടക്കുകയെന്നാണല്ലോ അവിടെ ഒരു അർത്ഥം. ആ റെസിസ്റ്റൻസിന്റെ അർത്ഥം എന്താ? അവിടെ സപ്ലൈ കൂടുതലാണ്, അത് ബ്രേക്ക് ചെയ്താൽ അവിടെ ഒരു റീടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു കൺഫർമേഷൻ കിട്ടിയെന്നാണല്ലോ അവിടെ ഒരു അർത്ഥം. അവിടെ നല്ലൊരു വോളിയം ഉണ്ടെന്നുണ്ടെങ്കിലോ, അവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പാറ്റേൺ ഉണ്ടെന്നുണ്ടെങ്കിലോ ഒന്ന് ആലോചിച്ച് നോക്കി. സ്മാർട്ട് മണി അവിടെ എൻട്രി എടുത്തു, വോളിയം, അതാണ് വോളിയം കൂടി, പ്രൈസ് മുകളിലോട്ട് പോകുന്നു, ഒരു റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്യുന്നു. അവിടെ ക്യാൻഡിൽസ് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലെ ക്യാൻഡിൽസ് ആണ് അവിടെ വരുന്നത്. അതായത് നമുക്ക് ബുള്ളിഷ് ക്യാൻഡിലാണല്ലോ ഇഷ്ടം, സ്വിംഗ് ട്രേഡേഴ്സ്. അപ്പൊ എന്താ പറ്റുന്നത്? അവിടെ നമുക്ക് നല്ലൊരു എൻട്രി എടുക്കുക എന്നല്ലേ അതിനർത്ഥം. നമുക്കത് ചാർട്ടിലോട്ട് പോയിട്ട് മനസ്സിലാക്കാം. ഹായ്, നമ്മളിപ്പം വീണ്ടും ചാർട്ടിലേക്ക് വന്നേക്കുകയാണ്. പല അനാലിസിസുകൾ നമ്മൾ പ്ലേലിസ്റ്റ് ആക്കി തന്നെ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് കാണണം എന്നുള്ളവരൊന്ന് കണ്ടു നോക്കുക. ഇപ്പോൾ പുതിയതായിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ചാടിക്കറി കാണണമെന്നൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ പഠിച്ച് നമുക്ക് പതുക്കെ പോയാൽ മതി. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം കമ്പൈൻ ചെയ്തിട്ട് ഒരു എൻട്രി പോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിനെ പറ്റി നന്നായിട്ട് പഠിച്ചു, ക്യാൻഡിൽ സ്റ്റിക്സിനെ പറ്റി അടിപൊളിയായിട്ട് പഠിച്ചു, ചാർട്ട് പാറ്റേൺസിനെ പറ്റി അടിപൊളിയായിട്ട് പഠിച്ചു. ഇന്ന് നമ്മൾ വോളിയത്തെ പറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? അപ്പോൾ നമ്മൾ അതെല്ലാം കൂടെ ചേർത്ത് കമ്പൈൻ ചെയ്ത് ഒരു എൻട്രി പോയിന്റ് കണ്ടുപിടിക്കാമെന്ന് നോക്കും. ഇത് കണ്ടോ, ഒരു റാൻഡമായിട്ടുള്ളൊരു ചാർട്ട്. നമ്മളൊരിക്കലും കോളോ അങ്ങനെയൊന്നും ഇല്ല. നമ്മൾ കോൾസ് കൊടുക്കുക, ഇത് വാങ്ങിക്കടാ അല്ലെ അവിടെ വിൽക്കടാ എന്നൊന്നും പറയത്തില്ല. കാരണം നമ്മുടെ ഫാമിലിയിലുള്ളവരെല്ലാവരും ഒരു ചാർട്ട് കാണുമ്പോൾ തന്നെ ഒന്ന് കണ്ടാൽ വരയ്ക്കാൻ പഠിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് തന്നെ ചെയ്യാൻ പറ്റണം. അപ്പോൾ ഒന്ന് നോക്കിക്കേ, നമ്മളിപ്പം IFCയുടെ ചാർട്ട് എടുത്തേക്കുന്നു, വീക്കിലി ടൈം ഫ്രെയിം എടുത്തേക്കുന്നു. വീക്കിലി ടൈം ഫ്രെയിമിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ. ഒരു വീക്ക് എത്തും ആ ഒരു ക്യാൻഡിൽ ക്ലോസ് ആകാൻ വേണ്ടിയിട്ട്. 1 ഡേ എടുക്കേണ്ടവർക്ക് 1 ഡേ ടൈം ഫ്രെയിം എടുക്കാം, ഒരു 5 മിനിറ്റ് നോക്കുന്നവർക്ക് 5 മിനിറ്റ് നോക്കാം. നമുക്കിപ്പം വീക്കിലി ടൈം ഫ്രെയിം നമുക്ക് നോക്കാം. 5 മിനിറ്റ് ഒക്കെ സാധാരണ ഇൻട്രാഡേക്കാരും അങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യാറുള്ളത്. നമുക്കിപ്പോൾ ഒരു വീക്കിലി ടൈം ഫ്രെയിം നമുക്ക് നോക്കാം. നമുക്ക് ഈ ഒരു ഏരിയയിൽ എത്തുമ്പോഴത്തേക്ക് ഒരു റിവേഴ്സൽ, താഴോട്ടൊരു പ്രൈസ് താഴോട്ട് പോകുന്ന കാണുന്നില്ലേ? അവിടെ എന്താ പ്രത്യേകത? നമ്മൾ പഠിച്ചതാ, അവിടെ റെസിസ്റ്റൻസ് കാണാൻ ചാൻസ് ഉണ്ട് എന്നർത്ഥം. നമ്മൾ റെസിസ്റ്റൻസിന് നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മളതൊന്ന് കണക്ട് ചെയ്തിട്ട് ഒരു ലൈൻ വരയ്ക്കുന്നു. സിമ്പിളല്ലേ? നമ്മളത് കണക്ട് ചെയ്തിട്ട് ഒരു ലൈൻ വരയ്ക്കുന്നു. കണ്ടോ, നമ്മൾ 2007 ഉള്ള ഒരു റെസിസ്റ്റൻസും 2010 റെസിസ്റ്റൻസ് തമ്മിൽ ഒരു കമ്പൈൻ ചെയ്തിട്ട് നമ്മളൊന്ന് വരച്ചപ്പോഴത്തേക്ക് തന്നെ ലോങ് ടൈമിൽ ഇത് കണ്ടോ, നമ്മൾ ഈ ഒരു ഏരിയ വരെ 2023 വരെ അത് പാറ്റേൺ ആണെങ്കിൽ അനുസരിച്ചാണ് പോകുന്നത്. അല്ലെ റെസിസ്റ്റൻസിനെ മറ്റേ ഒരു റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അതാണ് ചാർട്ട് പാറ്റേൺസിൻ്റെ അല്ലെന്നുണ്ടെങ്കിൽ പ്രൈസ് ആക്ഷൻ്റെ ഏറ്റവും വലിയ മനോഹാരിതയും. കാരണം എന്താ, ഹിസ്റ്ററി എപ്പോഴും റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളൊരു വിശ്വാസത്തിലാണ് എപ്പോഴും നമ്മൾ ഈ ഒരു ചാർട്ട് പാറ്റേൺസ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമുക്ക് നല്ലൊരു എൻട്രി വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് ഇന്ന് പഠിച്ചത്? സ്മാർട്ട് മണിയുടെ നമ്മൾ കൂടെ പോകണം. സ്മാർട്ട് മണിയെ കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു ചാർട്ട് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ പഠിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും. ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മോളിൽ പോകണം നമുക്ക്. അതിനർത്ഥം എന്താ? അതൊരു പിന്നെ ഒരു അപ്പ് മൂവ്മെൻറ്റിനുള്ള ചാൻസ് ഉണ്ടെന്നല്ല ഒരു ബ്രേക്ക് ഔട്ടിൻ്റെ അർത്ഥം. പിന്നെ നമ്മൾ ബ്രേക്ക് ഔട്ട് നടന്നേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചാടിക്കയറി വാങ്ങിക്കാൻ പാടില്ല. നമുക്ക് പല കൺഫർമേഷൻസും നമുക്ക് കിട്ടണം. അതായത് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നടന്നു, പല വട്ടം ഇവിടെ ബ്രേക്ക് ഔട്ട് നടക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല. ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നടന്നു, നിങ്ങൾക്ക് ഈ ഒരു ഏരിയ ബ്രേക്ക് ഔട്ട് കാണാൻ പറ്റും. അത് കണ്ടതിൻ്റെ പേര് മാത്രം നമ്മൾ ചാടിക്കയറാൻ പാടില്ല. അതായത് നിങ്ങൾക്ക് നോക്കാം, നമുക്ക് അങ്ങോട്ട് ഒരു ബ്രേക്ക് ഔട്ട് നടന്നുണ്ടോ, ആ ഒരു ഏരിയയിൽ നിങ്ങൾ കണ്ടോ, നമ്മൾ പഠിച്ച കാര്യം അതേപോലെ വന്നേക്കുന്നുണ്ടോ? ഒരു പച്ച ക്യാൻഡിൽ, ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നു. ഗ്രീൻ ക്യാൻഡിൽ അർത്ഥം നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്താ? ക്യാൻഡിൽ സ്റ്റിക്സ് നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചിട്ടുള്ളത്. ബയ്യേഴ്സ് നന്നായിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ വന്നേക്കുന്നുണ്ടോ? അതിന് വിക്കുകളോ അല്ലെങ്കിൽ ഷാഡോസ് ഒന്നും ഇല്ലാത്തൊരു ക്യാൻഡിലാണ്. ഇപ്പോൾ 2 കൺഫർമേഷൻ നമുക്ക് കിട്ടി. എന്തൊക്കെയാണ്? ഒന്ന് ബ്രേക്ക് ഔട്ട് നടന്നു, ഒരു എൻട്രി എടുക്കാനുള്ള 2 കാരണമായി. 2 എന്താ? നല്ലൊരു ക്യാൻഡിൽ. നമുക്കൊരു കൺഫർമേഷനോടെ നമുക്ക് നോക്കാം. എന്താ? ഇന്ന് പഠിച്ച കാര്യം തന്നെ ഒന്ന് നോക്കിയേ, താഴോട്ട് നോക്കിയേ.
അടിപൊളിക്ക് ഒരു വോളിയം അല്ലേ വന്നിരിക്കുന്നത് ബാക്കിയുള്ള വോളിയത്തെക്കാട്ടിലും. അതായത് ഇവിടെ ഈ ഒരു ഏരിയയിലുള്ള വോളിയത്തെക്കാട്ടിലും ബാക്കിയുള്ള തൊട്ട് പുറകിലുള്ള ഈ ഒരു വോളിയത്തെക്കാട്ടിലെല്ലാം അടിപൊളി വോളിയം അല്ലേ വന്നേക്കുന്നുണ്ടോ? ഈ ഒരു ഏരിയ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി. അവിടത്തെക്കാട്ടിലൊക്കെ നല്ല വോളിയം വന്നു. വോളിയം വന്നതിന് അർത്ഥം എന്താ? സ്മാർട്ട് മണി അവിടെ എൻട്രി എടുത്തു. നമുക്കപ്പോൾ കൂടെ പോകാം. അപ്പം ഈ ഒരു ഏരിയയിൽ നിങ്ങൾ ഈ ക്രോസ് ഹെയർ ഒന്ന് നോക്കി. ഇവിടെ ഒരു ഏരിയയിൽ നമുക്കൊന്നൊരു എൻട്രി എടുക്കാം. റിസ്ക് എടുക്കുന്നവർ ഇവിടെ ഈ ഒരു ക്യാൻഡിൽ തന്നെ എടുക്കാറുണ്ട്. അല്ലാതെ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാന്നുള്ളൊരു റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, നമുക്കിപ്പോൾ ഒരു റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തെന്ന് ഇപ്പോൾ റീടെസ്റ്റ് നടന്നു. നമുക്ക് അവിടെ ഒരു എൻട്രി എടുത്തെന്ന് പറഞ്ഞാലും ഇതുണ്ടോ, നമ്മളിവിടെ ഒരു എൻട്രി എടുത്തു. എത്ര വരെ പോയി? നമ്മൾ ഈ ഒരു ട്രെൻഡ് ലൈന് തൊട്ട് താഴെ ഈ ഒരു ക്യാൻഡിൽ സ്റ്റിക്സിന് തൊട്ട് താഴെ അതൊരു ട്രെൻഡ് ലൈനോട് ആയതുകൊണ്ട് നമുക്ക് അവിടെ ഒരു സ്റ്റോപ്പ് ലോസ് നമ്മൾ വെച്ചെന്നിരിക്കട്ടെ. നമ്മുടെ ഓരോരുത്തരുടെ റിസ്കിനനുസരിച്ച് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കും. ചുമ്മാ ഓരോരുത്തർ സ്റ്റോപ്പ് ലോസ് വെക്കല്ലേ, ഇച്ചിരി ലോജിക്കലായിട്ടുള്ള അത് വെക്കണം. കാരണം ഈ റെസിസ്റ്റൻസിന് താഴെ പോകത്തില്ല എന്നൊരു വിശ്വാസം ഉണ്ടല്ലോ. ഇച്ചിരി കൂടെ റിസ്ക് കുറവെടുക്കാൻ താല്പര്യമുള്ളവർ ഇവിടെ നമുക്ക് വെക്കാം. ഇപ്പോൾ ഒരു 1:3 ആണ് നമുക്ക് ഇതിനകത്ത് കിട്ടിയേക്കുന്ന പോയിന്റ്. അതിനർത്ഥം എന്താ? റിസ്ക് റിവാർഡിൻ്റെ 3 രൂപ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 1 രൂപ നഷ്ടം സഹിക്കാൻ തയ്യാറാണ്. എപ്പോഴും നമ്മൾ റിസ്ക് റിവാർഡ് നമ്മളെടുത്ത് നോക്കാൻ നേരത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ലാഭം വഹിക്കണം നഷ്ടത്തെക്കാട്ടിൽ എപ്പോഴും കൂടുതൽ. അപ്പോൾ കുറച്ച് സ്റ്റോപ്പ് ലോസ് അടിച്ചെന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു പാറ്റേൺ നമ്മൾ എൻട്രി എടുത്ത് കണ്ടോ? ഇത്രയേ ഉള്ളൂ. ഒരു റെസിസ്റ്റൻസ് ഏരിയ കണക്ട് ചെയ്ത് നമ്മളൊരു ബ്രേക്ക് ഔട്ട് ഏരിയ കണ്ടുപിടിക്കുന്നു. നമ്മളത് വെയിറ്റ് ചെയ്യുന്നു. നമുക്ക് റെസിസ്റ്റൻസ് ഏരിയ എപ്പോഴും കണക്ട് ചെയ്ത് നമ്മൾ വെക്കണം. എപ്പോഴും നമ്മളൊരു വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യണം. എന്നിട്ട് നമ്മളൊരു ബ്രേക്ക് ആകുമ്പോൾ നമ്മൾ എൻട്രി എടുത്താൽ മതി. ചാടിക്കയറി എൻട്രി എടുത്തപ്പോൾ ഇവിടെയൊക്കെ നമ്മളൊരു എൻട്രി എടുത്തിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 2018 എൻട്രി എടുത്താലുണ്ടോ 2-3 വർഷമൊക്കെ നമ്മൾ ഇതിൻ്റെ അടിയിൽ കിടക്കേണ്ട വന്നേന്. ഇതിന് മുകളിൽ എത്തണ്ടേ പിന്നെ പ്രോഫിറ്റ് ആകണമെന്നുണ്ടെങ്കിൽ. അവിടെ പ്രോഫിറ്റ് ആയത് തന്നെ എന്നാ 2024 2017 മുതൽ 2024 വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട വന്നേന്. അതാ നമ്മൾ കൃത്യം ഒരു എൻട്രി എക്സിറ്റ് എപ്പോഴും കണ്ടുപിടിക്കണം എന്ന് പറയാം. നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ കൺഫർമേഷൻസ് വന്നു? എന്തൊക്കെ കൺഫർമേഷൻസ് വന്നു? ഒന്ന്, നമുക്ക് ബ്രേക്ക് ഔട്ട് നടന്നു. 2 ക്യാൻഡില്, പിന്നെ വോളിയം നമുക്ക് കിട്ടി. മനസ്സിലായോ? ഇനി നിങ്ങൾക്ക് ഞാൻ വേറൊരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ തന്നെ ക്യാൻഡിൽ 6 ഈ IFCയുടെ ചാർട്ട് ഒരു ലോഗരിതമിക്കാണ് നമ്മൾ ഇട്ടേക്കുന്നത്. അപ്പോൾ ചാർട്ട് ഒന്നുകൂടെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഈ ഒരു ഏരിയയിൽ ഈ കാണുന്ന പാറ്റേൺ, അല്ലെങ്കിൽ ഇവിടെ ഒരു പാറ്റേൺ, അത് എന്ത് പാറ്റേൺ ആണെന്നുള്ള കാര്യം, ഇവിടെ എന്തെങ്കിലും ഒരു പാറ്റേൺ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നോക്കുക. നിർബന്ധമല്ല, നിങ്ങളത് ചെയ്ത് പഠിക്കണം. കാരണം നമ്മളിപ്പം ചാർട്ടൊക്കെ വരച്ച് പഠിച്ചിട്ട് നമുക്ക് കാര്യമുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇപ്പം ഞാനിപ്പോൾ കയറി വരച്ച പോലെ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയെന്ന് വരത്തില്ല. കാരണം ഞാൻ കുറേ നാളായിട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഞാനും നിങ്ങളെപ്പോലെ തന്നെ ചാർട്ടൊക്കെ തപ്പി വര എന്ത് എന്നൊക്കെ തപ്പി നടന്നിട്ടുള്ളതാണ്. മനസ്സിലായോ? പിന്നെ ഒരു എക്സ്ട്രാ ഒരു ടിപ്പ് കേട്ടോ, ഈ വോളിയം ആരും നല്ല രീതിയിൽ സ്പൈക്ക് ആയിരിക്കുന്നുണ്ടോ? സ്മാർട്ട് മണി അവിടെ കയറിയുണ്ട്. അപ്പം നമ്മൾ വേറൊരു കാര്യം ഇവിടെ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഈ ക്യാൻഡിൽ സ്റ്റിക്സിൻ്റെ പോലെ തന്നെ പല കളറിൽ നിങ്ങൾക്ക് ഈ വോളിയം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? വോളിയത്തിനും 2 കളർ കാണാം, റെഡ്, ഗ്രീന്, അങ്ങനെ. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? അത് അറിയാവുന്നവർ കാണും. പക്ഷേ പണ്ട് ഞാൻ തുടങ്ങിയ സമയത്ത് വിചാരിച്ചത് ഈ പ്രൈസിൻ്റെ കളറും അതും സെയിം ആയിരിക്കും, അങ്ങനെ ആയിരിക്കും വരുന്നതെന്നൊക്കെ. പക്ഷെ അങ്ങനല്ല, അതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് കാണാം. നമ്മളിപ്പോൾ വേണ്ട ഈ ക്രോസ് ഹെയർ വെച്ചേക്കുന്ന ഈ ഒരു ക്യാൻഡിൽ, അതിന് തൊട്ട് താഴെ ഗ്രീൻ ആണല്ലോ. അതിനർത്ഥം എന്താണെന്നറിയോ? ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ തൊട്ട് മുമ്പിലത്തെ ക്യാൻഡിലിൻ്റെ ക്ലോസിനെക്കാട്ടി മുകളിലായിരിക്കും നമ്മളിപ്പോൾ വെച്ചേക്കുന്ന അതിൻ്റെ ക്ലോസ്. കണ്ടോ? ഇതിൻ്റെ ക്ലോസ് ഇവിടെ, ഇതിൻ്റെ ക്ലോസ് ഇവിടെ. കണ്ടോ? ഇപ്പുറത്ത് റെഡ് വരാൻ കാര്യം എന്താ? അതിൻ്റെ കറക്റ്റ് ഓപ്പോസിറ്റ് തന്നെ ഈ ക്യാൻഡിലിൻ്റെ ക്ലോസ് എവിടെ? ഈ മുകളിലാണ്. നമ്മുടെ ഈ ക്യാൻഡിൽ ഇവിടെ ആണല്ലോ ഓപ്പൺ, അത് ക്ലോസ് ആയി വന്നേക്കുന്നത് ഇവിടെ. പിന്നെ നമുക്കിപ്പോൾ ഒന്നും നോക്കാതെ ഇപ്പോൾ പറയാൻ നേരത്ത് ഇതൊരു ഗ്രീൻ ക്യാൻഡിൽ നിങ്ങൾ കണ്ടല്ലോ. ഇവിടെ ഗ്രീൻ ക്യാൻഡിൽ വരാൻ കാര്യം എന്തായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പം പറഞ്ഞത് തന്നെ, അതായത് ഈ ഗ്രീൻ ക്യാൻഡിൽ മുകളിലുള്ള ക്യാൻഡിൽ ഏതാണോ അത് തൊട്ടിപ്പുറത്തിട്ടുള്ള ക്യാൻഡിലിനെക്കാട്ടിൽ ഒരുപാട് മുകളിലായിരിക്കും, അല്ലെങ്കിൽ അതിനെക്കാട്ടി മുകളിലായിരിക്കും ക്ലോസ്. കണ്ടോ? ഈ ഒരു ക്യാൻഡിൽ നമുക്ക് ഏതാണെന്ന് പോലും അറിയത്തില്ലായിരുന്നു. പക്ഷേ ഇതിൻ്റെ ക്ലോസ് വന്നേക്കുന്നുണ്ടോ? ഇതിൻ്റെ ക്ലോസിനെക്കാട്ടി മുകളിലാണ് ഇതിൻ്റെ ക്ലോസ് വന്നേക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് ചെയ്ത് പഠിക്കുക. പിന്നെ ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ കണ്ട് ഈ ഒരു പാറ്റേണൊക്കെ ഏതാണ് നിങ്ങളൊന്ന് വരച്ച്, ഞാൻ ഈ പാറ്റേണിൻ്റെ കാര്യമൊന്നും ഞാൻ മിണ്ടിയിട്ടില്ല. ഞാൻ കുറച്ച് കാര്യങ്ങൾ വോളിയൊക്കെ മാത്രമേ ഫോക്കസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഏത് പാറ്റേൺ നമുക്ക് ഇതൊരു കൺഫർമേഷനായിട്ട് എടുക്കാമല്ലോ. നിങ്ങളിതൊരു പാറ്റേൺ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ പല കാര്യങ്ങൾ പഠിക്കുക. നമ്മൾ ഈ വരച്ചേക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഇതേപോലെ ഒന്ന് വരച്ചിട്ട് നിങ്ങൾ ആ ഒരു ലോജിക്കൊക്കെ ഒന്ന് ആലോചിക്കുക. സിമ്പിളായിട്ട് ഇതേപടിയാണ് നിങ്ങൾക്ക് ഒരൊറ്റ വര ഇങ്ങനെ ക്രോസ് ചെയ്ത് വരയ്ക്കാമല്ലോ. ഞാൻ ഈ മുമ്പ് വരച്ച പോലെ തന്നെ നിങ്ങൾക്ക് ഇതേപടി തന്നെ ലോഗ് ചാർട്ട് എടുത്തിട്ട് നിങ്ങൾ ട്രേഡ് വ്യൂ നിങ്ങൾക്ക് വരയ്ക്കാമല്ലോ. അങ്ങനെ പതുക്കെ നിങ്ങൾക്കും കുറച്ച് നന്നായിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ പ്രാക്ടീസ് എത്ര ഉണ്ടോ അത്രയും ബെറ്ററായിട്ട് നിങ്ങളുടെ ഓരോ വ്യൂസ് നിങ്ങൾക്ക് കിട്ടും.
അപ്പം ഈ വീഡിയോയിൽ ഇത്രയ്ക്ക് കാര്യങ്ങൾ പറയാനുള്ളൂ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഇനി ഒരുപാട് നല്ല നല്ല വീഡിയോസും ഒക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരും. അപ്പം കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി.